നമ്മുടെ രാജ്യത്ത് വിവിധ ദിനങ്ങൾ ആചരിക്കാറുണ്ട്. അത് പല വിഷയങ്ങൾ മുൻനിർത്തിയാണ് വിവിധ ദിനങ്ങൾ ആചരിക്കപ്പെടുന്നത്. ഇങ്ങനൊരു ദിനം നമ്മൾ ആദ്യമായിട്ട് വയ്ക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്തെ ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഗവർണറുടെ അധികാരം എന്തൊക്കെയാണ് എന്നും ഒരു ഗവർണർമാരും അതിരുവിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിസഭാ യോഗം, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ അറിയാതെ അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കാതെ ഒരു സമാന്തര ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ഗവർണർ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് അധികാരം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതെന്ന് സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു അധികാരമൊന്നും അദ്ദേഹത്തിനില്ല. ഗവർണർക്ക് ഉള്ള പരിമിതമായ അധികാരങ്ങളുണ്ട്. അതൊന്നും ദൈനംദിന ഭരണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് കോടതികളും അതുപോലെ ഈ രംഗത്തെ വിദഗ്ധരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഭജനത്തിൻ്റെ ഒരു ദിനം ആചരിക്കണമെന്നാണല്ലോ അവർ പറയുന്നത്. ഏത് വിഭജനമാണെന്ന് അറിയില്ല. RSS വിഭജനത്തിൻ്റെ വക്താക്കളാണല്ലോ RSS. അതിനെ ഓർമ്മിച്ചിട്ടായിരിക്കും അദ്ദേഹം അത് സൂചിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. CBSE ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓപ്പൺ എക്സാം കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. CBSE ഏകവിഷയമായി ഒരു പരീക്ഷാ സമ്പ്രദായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ CBSEയുടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മാറി സ്റ്റേറ്റ് സിലബസ് വരാറുണ്ട്. സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ അങ്ങോട്ട് പോകാറുണ്ട്. വളരെ സഹകരണത്തോടു കൂടിയാണ് പോകുന്നത് അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ തന്നെ. റിസൾട്ട് പോലും രണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാഠപുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏകപക്ഷീയമായ സമീപനമാണല്ലോ CBSE ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ മാത്രമേ നമുക്ക് ഇതിനെയും കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ലോകത്തെമ്പാടുമുള്ള പരീക്ഷാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം എന്നുള്ള നിലയിൽ അത് കൂട്ടായ ചർച്ച ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ എല്ലാ വശങ്ങളും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ. കേരളത്തിൽ തൽക്കാലം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അതായത് 5 MP-മാരടക്കം 160 യാത്രക്കാരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് 2025 ജൂൺ മാസം 12-ന് 241 യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോയ അഹമ്മദാബാദിൽ വെച്ച് നടന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അനക്കവും ഇല്ലെന്നുള്ളതാണ്, ഒരു ഉളുപ്പും ഇല്ലെന്നുള്ളതാണ്. എത്ര കണ്ടം ചെയ്ത് കളയേണ്ട പ്ലെയിനുകളാണ്. കണ്ടം ചെയ്ത് ഒരു കാരണവശാലും സർവീസ് നടത്താൻ പാടില്ലാത്ത വിമാനങ്ങളാണ്. മനുഷ്യൻ്റെ വിലയ്ക്ക് ഒരു വിലയും മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. കുറേ പേര് മരിക്കുന്നു, ഒരു അന്വേഷണം വയ്ക്കുന്നു, ഒരു സ്ഥലത്ത് എത്തുന്നില്ല, മരിച്ചതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നില്ല, കാരണം കണ്ടുപിടിച്ചിട്ട് അതൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ ഈ വിമാന കമ്പനികളും സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി രാധാകൃഷ്ണനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. കഷ്ടി രക്ഷപ്പെട്ടെന്ന് മാത്രമാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. 1.5-2 മണിക്കൂർ നേരം വിമാനം ആകാശത്ത് തന്നെ കറങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നെ ആ പൈലറ്റിൻ്റെ ആത്മവിശ്വാസവും
എല്ലാം കൊണ്ട് തൽക്കാലം ഒരു വലിയ ഒരു ദുരന്തവും അപകടവും ഒഴിവായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർണാടകയിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടൊക്കെ ഈ വിവരങ്ങളൊക്കെ പുറത്തുവന്നു. കേരളത്തിൽ തൃശ്ശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. അവിടെ ശരീരത്തിൽ ഈ അപ്പാർട്ട്മെന്റുകൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ ചേർത്തുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രീയമായി കൂടിയതിനെ കാണുന്നത്? ദേശീയാടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവോട്ട് വ്യാപകമായ തോതിൽ BJPയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ വാടക വീടുകളിലും ചേർത്തിട്ടുണ്ടെന്ന് അന്നേ പരാതി ഉണ്ടായിരുന്നതാണ്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സുനിൽകുമാറും അതേപോലെ തന്നെ സുനിൽകുമാർ അന്ന് പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് അത് അന്വേഷണമൊന്നും നടത്തിയില്ല. അവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് 6 മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപം വന്നിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്. ആ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര BJP ഗവൺമെൻറ് വാലായി പ്രവർത്തിക്കുകയാണ്. അവർ പറയുന്ന സ്ഥലത്ത് വോട്ട് ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്ത് ജനപ്രതിനിധികൾ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കള്ളവോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ആക്ഷേപമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാവുമെന്ന് പേടിച്ചായിരിക്കും സുരേഷ് ഗോപി കഴിഞ്ഞ 1 മാസക്കാലത്ത് കാണാനില്ല. ഞാൻ ഇന്നലെ കൊല്ലത്തും പിന്നെ ആലപ്പുഴയിലും 2 സംഭവങ്ങളുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 സംഭവങ്ങൾ, രണ്ടാനമ്മയും രണ്ടാനച്ഛനും ധീരമായി തല്ലിയ 2 കുട്ടികളുടെ വീടുകളിൽ ഞാൻ പോയിരുന്നു. അത് മാത്രമല്ല ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊല്ലത്ത് ടെറസിൻ്റെ മുകളിൽ കയറിയ അവന് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ തറക്കല്ലിടുന്നതിന് വേണ്ടിയും പോയിരുന്നു. അവിടെ എങ്ങും പിന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കാണാനില്ല. അദ്ദേഹം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അവിടെയെല്ലാം വന്ന് ഒരു പ്രചരണം നടത്തുന്ന ഒരു പതിവാണ്. അപ്പോൾ ഇനി എന്തെല്ലാം നമ്മൾ പറഞ്ഞേക്കുകയും അവരുടെ BJPയുടെ നേതാക്കന്മാർ ഒരു മിണ്ടുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് ഒന്നും മിണ്ടുന്നില്ല. ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോൾ എന്താണ് BJP രാജിവെച്ച് പോയോ? അതെല്ലാം വ്യക്തമാക്കേണ്ട BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒരു ആൾക്കാരെ വളരെ ഗൗരവപൂർവ്വം അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ഒളിച്ചു പോക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒളിച്ചു പോകുന്നത്? ഒരു ജനപ്രതിനിധി ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായി സമൂഹത്തിൽ കാണാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സമൂഹം തിരക്കും. കാരണം ആ ജനങ്ങൾ വോട്ട് ജയിപ്പിച്ചാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളക്കളിയോ പെശകോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുറേ മാറ്റങ്ങൾ വരികയാണല്ലോ. 1-ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനായിരുന്നു. അത് കുട്ടികളുടെ അക്കാഡമിക് കരിയറിനെ ശരിക്കും ബാധിക്കുന്ന വിഷയമായിരുന്നു. അത് നമ്മളൊരു പരീക്ഷണാർത്ഥം സബ്ജക്റ്റ് മിനിമം വേണമെന്ന് തീരുമാനിച്ചു. സബ്ജക്റ്റ് മിനിമം വേണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 8ാം ക്ലാസ്സിലെത്തുകയാണ്. 8ാം ക്ലാസ്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ 80,000-ഓളം വരുന്ന കുട്ടികൾ സബ്ജക്റ്റ് മിനിമത്തിൽ എത്തിയിട്ടില്ല. അവർക്ക് വീണ്ടും 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്യൂഷൻ കൊടുത്തു, വീണ്ടും ഒരു പഠനം കൊടുത്തു. അതിനുശേഷം പരീക്ഷ എഴുതിപ്പിച്ചു. ആ പരീക്ഷ എഴുതി ജയിച്ച കുട്ടികളെ വീണ്ടും 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് വിട്ടു. ഇപ്രാവശ്യം 5, 6, 7, 8, 9 ഈ 5 ക്ലാസ്സിലും സബ്ജക്റ്റ് മിനിമം വേണം. സബ്ജക്റ്റ് മിനിമം കിട്ടിയില്ലെങ്കിൽ അവരെ വീണ്ടും ഒരു ക്ലാസ് കൊടുക്കും. ആ ക്ലാസ് കൊടുത്തിട്ട് വീണ്ടും പരീക്ഷ എഴുതിപ്പിച്ചിട്ട് കുട്ടികളെ ജയിപ്പിച്ച് വിടും.
പിന്നെ ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ തന്നെ നമ്മളെ കുട്ടികൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യം, ഈ ഓണത്തിന് മുമ്പ് തന്നെ, ഓണാവധിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാലയങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം കൃത്യമായി പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ കർശന നടപടിയിലെത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സത്തർക്കം വേണ്ട. മറ്റൊന്ന്, ഫയലുകൾ ഈ വച്ച് താമസിപ്പിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഇവിടെ കരുനാഗപ്പള്ളി ആ ഭാഗത്താണ് ഒരു അധ്യാപികയുടെ അവർക്ക് കിട്ടേണ്ട 80 ലക്ഷത്തോളം വരുന്ന രൂപ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഉത്തരവ് കൊടുത്തതാണ്. എൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഉത്തരവ് കൊടുത്തതാണ്. എന്നിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥനും 2 ക്ലർക്കന്മാരും ആ ഫയല് വെച്ച് താമസിപ്പിച്ച് കാശ് കൊടുത്തില്ല. കാശ് കൊടുക്കാതെ വന്നപ്പോൾ മദ്രാസിൽ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ചേരാൻ വേണ്ടി പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ, അമ്മ ടീച്ചറാണ്, അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഈ സംഭവം അറിഞ്ഞുകൊണ്ടേ തന്നെ അന്ന് രാവിലെ തന്നെ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു, വൈകുന്നേരത്തിന് മുമ്പ് റിപ്പോർട്ട് തരണം. വൈകുന്നേരത്തിന് മുമ്പ് റിപ്പോർട്ട് വാങ്ങിയിട്ട് ഈ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ, അക്കൗണ്ട് ഓഫീസറെയും അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസറെയും 2 ക്ലർക്കന്മാരെയും, ക്ലർക്കന്മാരുടെ തസ്തികയുടെ പേരുള്ള PA, ക്ലർക്ക്, അങ്ങനെയൊക്കെയുള്ള പേരുള്ള 3 പേരെ അനിശ്ചിതകാലത്ത് സസ്പെൻഡ് ചെയ്ത് പിന്നെ വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവിതമാണ്. അപ്പോൾ ജീവനും ജീവിതത്തെയും വെച്ച് പന്താടി കളിക്കുന്ന ഒരു കാര്യവും അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറല്ല. നല്ല ചർച്ചയാണ് സമൂഹത്തിൽ നടന്നിട്ടുള്ളത്. നല്ല ഇതിൽ ചർച്ച നടത്തുക, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പറയുന്നതിലും കാര്യമുണ്ട്, അനുകൂലമായിട്ട് പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും അത് പിന്നെ നല്ല ചർച്ച നടക്കട്ടെ എന്നുള്ള നിലയിലാണ്. ഈ വർഷം എന്തായാലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൽ ഈ വേനൽ അവധി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ചൂടാണ്, നല്ല ചൂടിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ അവധികളുടെ പ്രശ്നമുണ്ട്. ഇൻ്റർനാഷണൽ സർവകലാശാലകളിൽ ക്ലാസ് ആരംഭിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ മറ്റൊരാണെങ്കിൽ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്ത സാഹചര്യമുണ്ട്. ബസ് കൺസെഷൻ, സ്വന്തമായിട്ട് സ്കൂളുകൾക്ക് ബസ്സുണ്ടെങ്കിലും അതിൽ കുറച്ച് കുട്ടികളെ പോകുള്ളൂ. സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളൊക്കെ ബസ്സിലാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിലോ KSRTC ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് പോകാൻ പിന്നെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി പറ്റില്ല. കുട്ടനാടാണെങ്കിൽ 6 മാസക്കാലം പിന്നെ സ്കൂൾ തുറക്കാൻ വേണ്ടി പറ്റില്ല. ഇത് മാത്രമല്ല, മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾക്ക് പനിയും മറ്റ് പിന്നെ രോഗങ്ങളും വരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ അനുകൂലമായിട്ടും പ്രതികൂലവും. പിന്നെ കളക്ടർ അവധി കൊടുക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് രക്ഷകർത്താക്കൾ മുഴുവൻ, കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. 47 ലക്ഷം വിദ്യാർത്ഥികളുടെ വീടുകളിലും അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ പ്രശ്നമാണല്ലോ. അപ്പോൾ അവധി കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഒരു ചർച്ചയ്ക്ക് വെച്ചാണ്, നമുക്ക് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും പുറകെയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ പുറവശത്തും ഫ്രണ്ടിലും ഇരിക്കുന്ന കുട്ടികളുണ്ടാവാറുണ്ട്. പലപ്പോഴും പുറവശത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അധ്യാപകർക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള 14,000 സ്കൂളുണ്ട്. 14,000 സ്കൂളിൽ ഓരോ ക്ലാസ്സിലും ഒരു 10 കുട്ടികളെ വെച്ച് കൂട്ടിയാൽ തന്നെ എത്ര കുട്ടികളായിരിക്കും അങ്ങനെ പിന്നെ പുറകെ ഇരിക്കുന്നത്? അപ്പം അതിനൊരു പരിഹാരം കാണണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർ പരീക്ഷിക്കുന്നുണ്ട് ഈ U ഷേപ്പിലുള്ള കാര്യം. അത് നമുക്കൊരു ഒരു കമ്മിറ്റിയെ മറ്റോ വെച്ച് അതും അതൊരു പരീക്ഷണം നടത്താൻ സംബന്ധിച്ചത് ആലോചിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കുട്ടികളുടെ അവർക്ക് കിട്ടേണ്ട കൺസെഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല.
കുട്ടികളെ ഒരു എന്തോ ഒരു അനുകമ്പയുടെ പുറത്താണ് ഞങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള നിലയിലുള്ള നിലപാട് ബസ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും എടുക്കാൻ വേണ്ടി പാടില്ല. കുട്ടികൾ പറയുന്ന സ്ഥലത്ത് നിർത്തൂല, വല്ല സ്ഥലത്തും കൊണ്ട് നിർത്തും. വളരെ കഷ്ടമായ നിലപാട് ഗവൺമെൻറ് ആ കാര്യത്തിലെടുക്കും. ഇപ്പോൾ ഇതൊരു രണ്ടാം ലക്ഷം വർഷത്തിൽ പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കേരളത്തിൽ എത്ര കുട്ടികൾ ഉണ്ടങ്ങനെ? ഞാനിന്നലെ ആ 2 വീടുകളിൽ പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു പെൺകുട്ടിയാണ്, 9 വയസ്സേ ഉള്ളൂ, പുസ്തകം എഴുതും, കവിത എഴുതും, സ്കൂളിലെ ലീഡറാണ്. ആ മോളെ 2 ആഴ്ചക്കാലമായിട്ട് രണ്ടാം അമ്മയോട് ചേർന്നുകൊണ്ട് ഒരു മുറിയിൽ അടച്ചിട്ടേ. കുട്ടിയെ അടിച്ച് ശരിക്കും മർദ്ദിച്ചു. ഞാനവിടെ ചെല്ലുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ കുട്ടിയിരുന്ന് പറയാണ്, അങ്കിൾ വാപ്പച്ചിയെ ഒരു താക്കീത് കൂടെ കൊടുത്താൽ മതി. കേൾക്കുമ്പോൾ ഹൃദയം നമുക്ക് ഹൃദയഭേദകമാണ്. അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് പോയി ഇന്നലെ. അവിടെ ചെന്നപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ. എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നതെന്ന് വെച്ചാൽ, ഇസ്തിരി എന്നല്ലേ ഇവിടെ പറയുന്നത്, അയൺ ബോക്സ് കാല് വെച്ചങ്ങ് തേച്ചൊക്കെ മൊത്തം വച്ച് കെട്ടിയിരിക്കുക. അപ്പം അതുകൊണ്ട് ഈ അത്ര കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് ടീച്ചർമാർ ഈ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലിംഗ് പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാട്ടിൽ പഞ്ചായത്ത് രഹസ്യമായിട്ട് തന്നെ നാട്ടിൽ ഈ കുട്ടികളുടെ വീട്ടിൽ എന്ത് നടക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു രഹസ്യ അന്വേഷണം നടത്താൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ, കുട്ടികൾ പേടിച്ച് പറയുന്നില്ലല്ലോ ഈ ദുഷ്ടന്മാർ, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുണ്ടെന്നുള്ള വിവരം. അപ്പം ആ കാര്യങ്ങളിൽ തന്നെ കുട്ടികളുടെ വശം നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പോലെ തന്നെ ഈ ബസ്സിൽ കുട്ടികളെ കയറ്റിക്കൊണ്ട് വരുന്ന കാര്യത്തിലും അത് കുട്ടികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തി കൊടുക്കണം. കുട്ടികളോട് മോശമായി പെരുമാറാൻ വേണ്ടി പാടില്ല. കുട്ടികൾ ബസ് കൺസെഷനിലാണ് യാത്ര ഉള്ളതുകൊണ്ട് 2ാം തരം പൗരന്മാരാണ് എന്നുള്ള നിലയിൽ എടുക്കാൻ പാടില്ല. കുട്ടികൾ ഇരിക്കുകയായിരിക്കും. അപ്പം കൺസെഷൻ ലെവൽ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വേറെ ഒരു പ്രമാണി ബസ്സുകാർ വരുമ്പോൾ കുട്ടികളെല്ലാം എണീപ്പിച്ചിട്ട് അവനെ നിർത്തുക. അതൊന്നും പറ്റില്ല. പരാതി കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടമായ നടപടി. ഞങ്ങൾ CBSE പരീക്ഷ പ്രത്യേകമാണ് നടത്തുന്നത്, SSLC പരീക്ഷ പ്രത്യേകമാണ് നടത്തുന്നത്. രണ്ടും രണ്ടായിട്ടാണ് നടത്തുന്നത്. അല്ല, രണ്ടും ഒരു പരീക്ഷയില്ല. CBSE പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ല, ഇപ്പം നടപ്പാക്കുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനം. അല്ലാതെ ഇപ്പം CBSE പാഠപുസ്തകങ്ങൾ എല്ലാം വെട്ടിമാറ്റിയല്ലോ. മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, ഗുജറാത്ത് കലാപം, അതുപോലെ ഉള്ള കുറേ കാര്യങ്ങൾ വെട്ടിമാറ്റിയല്ലോ. നമ്മൾ പുതിയ പാഠപുസ്തകം ഇറക്കിയല്ലോ. കുട്ടികളെ ആ പാഠപുസ്തകം കുട്ടികൾ പഠിക്കുകയും പരീക്ഷ എഴുതി ചെയ്തല്ലോ. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് കേരളത്തിൻ്റെ കുറേ അധികാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഇത് ഒരു ചർച്ചയൊന്നും രാജ്യം നടന്നിട്ടില്ലല്ലോ. യാന്ത്രികമായ ഒരു ദിവസം പ്രഖ്യാപിക്കുകയാണല്ലോ. അത് SCRT ഉണ്ട്, SCRT കേരളത്തിലുണ്ട്, NCRT കേന്ദ്രത്തിലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് SCRT പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം വിളിച്ചുകൂട്ടി അതിലൊക്കെ മന്ത്രിമാർ മെമ്പർമാരാണ്. വിളിച്ചുകൂട്ടി ജനാധിപത്യപരമായ ഒരു ചർച്ച ചെയ്യണ്ടേ? ഒരു പരീക്ഷ പോലുള്ള ഒരു വലിയൊരു സംവിധാനത്തെ മാറ്റി പുതിയൊരു സംവിധാനത്തേക്ക് ചില വിദേശ രാജ്യങ്ങൾ ഉള്ള സംവിധാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യാനുള്ള മനോഭാവങ്ങൾ കാണിക്കണ്ടേ? ഏകപക്ഷീയമായി ഇത്തരം ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് തന്നെ.